നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹാലോഫോം റിയാക്ഷൻ. ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് ഹാലോഫോം റിയാക്ഷൻ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് having at least one methyl group attached to the carbonyl carbon atom are oxidized by sodium hypohalate to sodium salt of carboxylic acids having one carbon atom less than the carbonyl compound. The methyl group is converted into haloform. This reaction is called haloform reaction. At least ഒരു മീഥൈൽ ഗ്രൂപ്പ് എങ്കിലും കാർബോണിൽ കാർബണിൽ പ്രസന്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സും കീറ്റോൺസും സോഡിയം ഹൈപ്പോഹാലേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഈ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണ് ഓക്സിഡൈസ് ചെയ്ത് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ ഫോം ചെയ്യുന്ന സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ കാർബോണിൽ കോമ്പൗണ്ടിൽ ഉണ്ടായതിനേക്കാളും ഒരു കാർബൺ ആറ്റം കുറവായിരിക്കും. അതായത് റിയാക്ട് ചെയ്യുന്ന ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും കാർബൺ ആറ്റത്തിനേക്കാൾ ഒരു കാർബൺ ആറ്റം കുറവുള്ള സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. മീഥൈൽ ഗ്രൂപ്പ് ഹാലോഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന്റെ ഇക്വേഷൻ നോക്കാം. RCOCH3 അറ്റ്ലീസ്റ്റ് ഒരു മീഥൈൽ ഗ്രൂപ്പ് എങ്കിലും കാർബോണിൽ കാർബണിൽ പ്രസന്റ് ആയിട്ടുള്ള ആൽഡിഹൈഡും കീറ്റോണും മാത്രമേ ഈ റിയാക്ഷൻ കാണിക്കുകയുള്ളൂ. RCOCH3 in presence of NaOX sodium hypohalate gives RCOONA, that is sodium salt of carboxylic acid plus CHX3, അതാണ് ഹാലോഫോം. ഈ മീഥൈൽ ഗ്രൂപ്പ് ഹാലോഫോം ആയിട്ട് മാറുന്നു. മീഥൈൽ ഗ്രൂപ്പ് ഹാലോഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ ആൽഡിഹൈഡിനേക്കാളും അല്ലെങ്കിൽ കീറ്റോണിനേക്കാളും ഒരു കാർബൺ ആറ്റം കുറവായിരിക്കും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർ ഗ്രൂപ്പ് ഉണ്ട്, CO എന്നുള്ള കാർബോണിൽ ഗ്രൂപ്പ് ഉണ്ട്, CH3 ഉണ്ട്. ഫോം ചെയ്യുന്ന കാർബോക്സിലിക് ആസിഡിൽ ഒരു കാർബൺ ആറ്റം കുറവായിരിക്കും. അതായത് ഈ മീഥൈൽ ഗ്രൂപ്പ് ഹാലോഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. CH3COCH3 അസറ്റോണ് in presence of NaOCl gives CH3COONA plus CHCl3. ഇവിടെ പ്രസന്റ് ആയ കീറ്റോണിൽ 3 കാർബൺ ആറ്റം ഉണ്ടായിരുന്നു, CH3COCH3. ഇത് സോഡിയം ഹൈപ്പോഹാലേറ്റുമായി റിയാക്ട് ചെയ്തപ്പോൾ ഫോം ചെയ്ത സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൽ 2 കാർബൺ ആറ്റം മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനേക്കാളും ഒരു കാർബൺ ആറ്റം കുറവുള്ള കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് ഹാലോഫോം റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്നത്. ആ മീഥൈൽ ഗ്രൂപ്പ് ഹാലോഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ CH3 എന്നുള്ള ഗ്രൂപ്പ് CHCl3 ആയിട്ട് മാറുന്നു. CHCl3 ആണ് ക്ലോറോഫോം. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH3 C double bond O CH3.
in presence of NaOCl gives CH2 double bond C CH3 COONA plus CHCl3. കാർബോണിൽ കാർബണിൽ പ്രസന്റ് ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് ഹാലോഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു കാർബൺ ആറ്റം കുറവുള്ള കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം സോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഹാലോഫോം റിയാക്ഷൻ ഡബിൾ ബോണ്ടിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അതൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം. ആ കാർബോണിൽ കാർബണിൽ പ്രസന്റ് ആയിട്ടുള്ള CH3 ഗ്രൂപ്പിന് പകരം അവിടെ ONA എന്ന് ചേർക്കുക. അപ്പൊ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. CH3 ഗ്രൂപ്പ് ഹാലോഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും. റിയാക്ഷൻസ് ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം ആണ് ആൽഫ കാർബൺ ആറ്റം. ആൽഫ കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ ആറ്റമാണ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിംഗ് at least one alpha hydrogen atom undergo condensation in presence of dilute alkali to form an aldol or ketol. At least ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലും ഉള്ള ആൽഡിഹൈഡും കീറ്റോണും ഡൈലൂട്ട് ആൽക്കലിയുമായി റിയാക്ട് ചെയ്യുമ്പോൾ കണ്ടൻസേഷൻ നടന്ന് ആൽഡോൾ, ദാറ്റ് ഈസ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൾ, ബീറ്റ ഹൈഡ്രോക്സി കീറ്റോണ് ഫോം ചെയ്യുന്നു. ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. 2 മോളിക്യൂള് അസറ്റാൽഡിഹൈഡ്, 2 മോളിക്യൂൾസ് CH3CHO, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. CH3CHO പ്ലസ് HCH2CHO. CH3CHO തന്നെയാണ്, അതിനെ HCH2CHO എന്ന് സെപ്പറേറ്റ് ആയി എഴുതിയെന്നേ ഉള്ളൂ. ഈ അസറ്റാൽഡിഹൈഡിന് ഡൈലൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ കണ്ടൻസേഷൻ നടക്കുന്നു. അതായത് ഈ ഹൈഡ്രജൻ ആറ്റം, ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഈ ഓക്സിജനിൽ അറ്റാച്ച് ചെയ്യുന്നു. ഒരു അസറ്റാൽഡിഹൈഡ് മോളിക്യൂളിലെ ആൽഫ ഹൈഡ്രജൻ അടുത്ത അസറ്റാൽഡിഹൈഡ് മോളിക്യൂളിലെ ഓക്സിജൻ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് CH3CH. O എന്നുള്ളത് OH ആയിട്ട് മാറി, OH. ദെൻ ബാക്കിയുള്ളത് എഴുതാം CH2CHO. ഇതാണ് ആൽഡോൾ, അതായത് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ഒരു ആൽഡിഹൈഡ് ആണ്, അതിൽ ബീറ്റ കാർബണിൽ OH ഗ്രൂപ്പ് പ്രസന്റ് ആണ്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡിന് പറയുന്ന പേരാണ് ആൽഡോൾ. ഈ ആൽഡോള് ഹീറ്റ് ചെയ്താൽ ഡീഹൈഡ്രേഷൻ നടന്ന് ഒരു അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. ആൽഡോള് ഹീറ്റ് ചെയ്യുന്നു, അപ്പോൾ വാട്ടർ എലിമിനേറ്റ് ചെയ്തു പോകുന്നു, -H2O. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് CH3CH ഡബിൾ ബോണ്ട് CHCHO. വാട്ടർ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ OHും ഈ CH2ലെ ഒരു ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് പോകുന്നു. ഈ OHും തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലെ ഒരു ഹൈഡ്രജനും വാട്ടറായിട്ട് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3CH ഡബിൾ ബോണ്ട് CHCHO ആയിരിക്കും. ഇതാണ് but2 in 1 ആൾ. അറ്റ്ലീസ്റ്റ്
ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലും ഉള്ള ആൽഡിഹൈഡും കീറ്റോണും ഡൈലൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ കണ്ടൻസേഷൻ നടന്ന് ആൽഡോള് അല്ലെങ്കിൽ കീറ്റോള് ഫോം ചെയ്യുന്നു. ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ആൽഡോൾ കണ്ടൻസേഷന് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. CH3COCH3 പ്ലസ് CH3COCH3 in presence of dilute NaOH. ഇവിടെ കണ്ടൻസേഷൻ നടക്കുന്നു. അതായത് ഒരു മോളിക്യൂളിലെ ആൽഫ ഹൈഡ്രജൻ അടുത്ത അസറ്റോൺ മോളിക്യൂളിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3COH CH3CH2COCH3 ഇതാണ് കീറ്റോള്. ബീറ്റ ഹൈഡ്രോക്സി കീറ്റോണ്. ഇതാണ് കീറ്റോള്. ഈ കീറ്റോള് ഹീറ്റ് ചെയ്താൽ ഡീഹൈഡ്രേഷൻ നടന്ന് ഒരു അൺസാച്ചുറേറ്റഡ് കീറ്റോണ് ഫോം ചെയ്യുന്നു. ആൽഡിഹൈഡിൽ പറഞ്ഞ പോലെ ഈ OHും ഈ CH2 ഗ്രൂപ്പിലെ ഒരു ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പം കിട്ടുന്ന പ്രോഡക്റ്റ് CH3CH3 സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഈ കാർബണിൽ നിന്ന് OHും പോയി, ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോയി. ഈ കാർബണും ഈ കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. പ്രോഡക്റ്റ് CH3 ഡബിൾ ബോണ്ട് CHCOCH3. When aldol condensation is carried out between two different aldehydes or ketones or between an aldehyde or ketone, then it is called cross aldol condensation. ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുന്നത് രണ്ട് ഡിഫറെൻ്റ് ആൽഡിഹൈഡ് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് കീറ്റോണുകൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡും കീറ്റോണും തമ്മിലോ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജനെങ്കിലും ഉള്ള ആൽഡിഹൈഡും കീറ്റോൺസും മാത്രമേ ആൽഡോൾ കണ്ടൻസേഷൻ കാണിക്കുകയുള്ളൂ. ബെൻസാൾഡിഹൈഡിലും ഫോർമാൽഡിഹൈഡിലും ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് ബെൻസാൾഡിഹൈഡും ഫോർമാൽഡിഹൈഡും ആൽഡോൾ കണ്ടൻസേഷൻ കാണിക്കുന്നില്ല. ഫോർമാൽഡിഹൈഡ് ആൻഡ് ബെൻസാൾഡിഹൈഡ് ഡു നോട്ട് അണ്ടർഗോ ആൽഡോൾ കണ്ടൻസേഷൻ because they do not have alpha hydrogen. Next reaction is Cannizzaro reaction. Aldehydes which do not have any alpha hydrogen undergo self-oxidation and reduction on treatment with concentrated alkali to form corresponding sodium salt of carboxylic acid and alcohol. This reaction is called Cannizzaro reaction. ഒരു ആൽഫ ഹൈഡ്രജനും ഇല്ലാത്ത ആൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായി റിയാക്ട് ചെയ്യുമ്പോൾ സെൽഫ് ഓക്സിഡേഷനും റിഡക്ഷനും നടന്ന് കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം സോൾട്ടും ആൽക്കഹോളുമായി മാറുന്നു. ഈ പ്രോസസ്സാണ് കാനിസാരോ റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സ് മാത്രമേ കാനിസാരോ റിയാക്ഷൻ കാണിക്കുകയുള്ളൂ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിന് എക്സാമ്പിൾ ആണ് ഫോർമാൽഡിഹൈഡ് HCHO ആൻഡ് ബെൻസാൾഡിഹൈഡ് C6H5CHO. കാനിസാരോ റിയാക്ഷന്റെ ഇക്വേഷൻ നോക്കാം. ഫോർമാൽഡിഹൈഡ് that is HCHO, 2 molecules
formaldehyde when react with concentrated NaOH gives HCOONA plus CH3OH. നമ്മൾ എടുക്കുന്ന ആൽഡിഹൈഡിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും കാർബൺ ആറ്റം ഉള്ള ആസിഡ് സോൾട്ടും ആൽക്കഹോളുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫോർമാൽഡിഹൈഡിൽ ഒരു കാർബൺ ആറ്റമാണ് ഉള്ളത്. അപ്പോൾ ഒരു കാർബൺ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് സോൾട്ടും ഒരു കാർബൺ ആറ്റം ഉള്ള ആൽക്കഹോളുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. HCHO കാനിസാരോ റിയാക്ഷൻ നടന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് HCOONAയും CH3OHുമായിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ബെൻസാൽഡിഹൈഡ് C6H5CHO രണ്ട് മോളിക്യൂള് ബെൻസാൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് NaOHുമായി റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് C6H5COONAയും C6H5CH2OHും ആയിരിക്കും. അതായത് ബെൻസോയിക് ആസിഡിന്റെ സോഡിയം സോൾട്ടും ബെൻസൈൽ ആൽക്കഹോളുമായിരിക്കും. എത്ര കാർബൺ ആറ്റം ആണോ ആൽഡിഹൈഡിലുള്ളത് അത്രയും കാർബൺ ആറ്റം തന്നെയുള്ള ആസിഡ് സോൾട്ടും ആൽക്കഹോളുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സ് മാത്രമേ കാനിസാരോ റിയാക്ഷൻ കാണിക്കുകയുള്ളൂ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. കാർബോണിൽ ഗ്രൂപ്പ് C+O എന്ന ഗ്രൂപ്പ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതായത് ബെൻസീൻ റിങ്ങിന്റെ അല്ലെങ്കിൽ അരോമാറ്റിക് റിങ്ങിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുന്ന ഗ്രൂപ്പാണ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് മെറ്റാ പൊസിഷനിലായിരിക്കും. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. CO ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് മെറ്റാ പൊസിഷനിലായിരിക്കും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് ഒരു എക്സാമ്പിൾ ആണ് നൈട്രേഷൻ. ബെൻസാൽഡിഹൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 അതാണ് നൈട്രേറ്റ് മിക്സർ എന്ന് പറയുന്നത്. gives 3-nitro ബെൻസാൽഡിഹൈഡ് പ്ലസ് H2O. നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് മെറ്റാ പൊസിഷനിലാണ്. ബെൻസാൽഡിഹൈഡിന് നൈട്രേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് 3-nitro ബെൻസാൽഡിഹൈഡ് ആയിരിക്കും. ഇനൊരു കീറ്റോൺ നോക്കാം. C6H5COCH3 that is acetophenone on nitration gives 3-nitro acetophenone plus H2O. Next, halogenation. Bromination of benzaldehyde in presence of bromine in FeBr3 gives metabromobenzoaldehyde. Similarly, bromination of acetophenone gives metabromoacetophenone. ബ്രോമിൻ അല്ലെങ്കിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്യുന്നത് മെറ്റാ പൊസിഷനിലായിരിക്കും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് മറ്റൊരു എക്സാമ്പിൾ ആണ് സൾഫോണേഷൻ. സൾഫോണേഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ് with fuming sulfuric acid gives meta benzaldehyde sulfonic acid. അതായത് SO3H എന്ന ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെറ്റാ പൊസിഷനിലായിരിക്കും. ബെൻസാൽഡിഹൈഡിൽ മെറ്റാ പൊസിഷനിൽ SO3H ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു.
ഇതേപോലെ അസറ്റോഫീനോണിന്റെ സൾഫോണേഷൻ നടത്തിയാൽ മെറ്റാ അസറ്റോഫീനോൺ സൾഫോണിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. കീറ്റോ ഗ്രൂപ്പിന്റെ മെറ്റാ പൊസിഷനിലാണ് SO3H ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ആൽഡിഹൈഡിലും കീറ്റോണിലും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് മെറ്റാ പൊസിഷനിലാണ്. ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും പ്രിപ്പറേഷനും അതിൻ്റെ റിയാക്ഷൻസും നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് യൂസസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഫോർമാൽഡിഹൈഡ് HCHO, അതിൻ്റെ 40% സൊല്യൂഷൻ പറയുന്ന പേരാണ് ഫോർമാലിൻ. 40% സൊല്യൂഷൻ ഓഫ് formaldehyde is known as formalin. It is used for the preservation of biological specimens. ഫോർമാൽഡിഹൈഡിൻ്റെ മറ്റൊരു യൂസ് ആണ് അത് ബേക്കലൈറ്റിൻ്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഫോർമാൽഡിഹൈഡ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ബേക്കലൈറ്റ്. ഒരു പോളിമർ ആണ് ബേക്കലൈറ്റ്. അസറ്റാൽഡിഹൈഡ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അസറ്റിക് ആസിഡ്, ഈഥൈൽ അസറ്റേറ്റ്, വിനൈൽ അസറ്റേറ്റ് etc. It is also used for the manufacture of some drugs and polymers. Benzaldehyde, that is C6H5CHO, is used for the manufacture of perfumes and some dyes. പെർഫ്യൂം ഇൻഡസ്ട്രിയിലും ഡൈ ഇൻഡസ്ട്രിയിലും ബെൻസാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നു. അസറ്റോൺ ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് വാർണിഷ്, ക്ലോറോഫോം, അയഡോഫോം etc. വാർണിഷ്, ക്ലോറോഫോം, അയഡോഫോം പോലെയുള്ള കോമ്പൗണ്ട്സിൻ്റെ മാനുഫാക്ചറിന് അസറ്റോണ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സം യൂസസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്.